ഒന്ന് ഒതുങ്ങി കൊടുത്തേ. നമ്മുടെ പഞ്ചായത്തിൽ ഗാരക്കിടുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അതല്ലേ? ഓ ഇപ്പൊ ഇവിടെ വന്ന് താമസിക്കാണ്. ഓ ആ നമുക്ക് നോക്കാം. ഇത് കഴിയുമ്പോ നമുക്ക് നോക്കാം കേട്ടോ. ആ ലൈഫിലുണ്ട് അല്ലേ? ഗംഭീരേ കാരണം ഭയങ്കര അഭിപ്രായം പറഞ്ഞു ആളുകൾ. അപ്പൊ അത് നിങ്ങൾ കൈകാര്യമുള്ളതുകൊണ്ടാണ്. നിങ്ങൾ അവരെ വീട്ടുകാരെ പോലെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് അവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഇവരുടെ ഡിമാൻഡ് MLA പഞ്ചായത്ത് പ്രസിഡന്റ് ഔട്ട് ആയിരിക്കില്ല. ശരി കേട്ടാ. ആ വീഡിയോയിൽ കണ്ടത് സതീശൻ ബിരിയാണി തിന്നു, സതീശൻ ഹെലികോപ്റ്ററിൽ പോയി, സതീശൻ കാപ്പി കുടിക്കാൻ പോയി, സതീശൻ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയി, അവിടെ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തേ കേരളത്തിലെ പ്രതിപക്ഷത്തിന്, കേരളത്തിലെ CPM-ന്, കേരളത്തിലെ CPM-ന്റെ പിണറായി വിജയൻ സേനക്ക് ഒക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്ന ഒരു ഗതികേടിൻ്റെ അറ്റം എന്തുകൊണ്ട് അങ്ങനെ ഒരു ഗതികേടിലേക്ക് ഇവന്മാർ എത്തിയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള ഉദാഹരണമാണ് ഇത് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? ഇവർ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ആര് പോയിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ പ്രതിപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭരിക്കേണ്ട, ഉത്തരവാദിത്തങ്ങളില്ല, റെസ്പോൺസിബിലിറ്റികളില്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല, ഒന്നും തന്നെ ഇല്ലാതെ പ്രവർത്തിക്കേണ്ട ഒരു കൂട്ടരാണല്ലോ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത്. ആ പ്രതിപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു പ്രതിസന്ധി. എന്നാൽ അക്കൗണ്ടബിൾ ആകേണ്ട, റെസ്പോൺസിബിൾ ആകേണ്ട, കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ട, കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യേണ്ട ഗവൺമെൻറ്റിനോ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ലതാനോ? എന്തേ കാരണം വേറൊന്നുമല്ല. കാരണം ഞാൻ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാ. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 5 വർഷക്കാലം എല്ലാ ഘട്ടത്തിലും ഈ പറയുന്ന പിണറായി വിജയനും കൂട്ടരും വലിയ പ്രതിസന്ധിയെ നേരിടുമെന്നുള്ളതാണ്. അത് നേരിട്ടുകൊണ്ടിരിക്കുക. ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഇവർ ചെയ്യുന്ന പരിപാടി എന്താ? സതീശനെതിരെ പച്ച നുണകൾ പടച്ചുവിടുക.
പക്ഷെ അവിടെയും ഇവർക്ക് തെറ്റുന്നത് എന്തുകൊണ്ടാ? ഇപ്പം നിങ്ങൾ നോക്കൂ, രാവിലെ ഒരു നുണ പടച്ചു വിടും, വൈകുന്നേരമാകുമ്പോൾ ആ വ്യാജം പൊളിയും. പിറ്റേന്ന് രാവിലെയും പടച്ചു വിടും, വൈകുന്നേരമാകുമ്പോൾ പൊളിയും. ചിലപ്പോൾ വൈകുന്നേരം ഒന്ന് പൊളിയുമ്പോൾ അടുത്തതൊന്ന് പടച്ചു വിടും, എന്നാൽ അത് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ പൊളിയും. എന്താണെങ്കിലും അൽപായുസിൽ തീരുന്ന വ്യാജങ്ങളായിട്ട് പ്രതിപക്ഷത്തിൻ്റെ വ്യാജങ്ങൾ മാറുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ, അദ്ദേഹം ഒന്ന് നല്ല വിദ്യാഭ്യാസമുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ മനുഷ്യൻ കഴിഞ്ഞ 5 വർഷക്കാലം മാത്രമല്ല, അത് എസ്പെഷ്യലി കഴിഞ്ഞ 5 വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ 25 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം, അതായത് അദ്ദേഹം പറവൂരിലെ MLA ആയി ഇരുന്ന് തുടങ്ങിയ ആ 25 വർഷം, അതിന് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ആ 25 വർഷവും അതിൽ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷവും, ഈ ഇത്രയും കാലങ്ങളിൽ എസ്പെഷ്യലി കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആ മനുഷ്യൻ ആർജിച്ചെടുത്ത സ്വായത്തമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എസ്പെഷ്യലി കഴിഞ്ഞ 5 വർഷം ആ മനുഷ്യൻ പ്രതിപക്ഷത്തിരുന്നിട്ട് ഭരണപക്ഷം ചെയ്യേണ്ട കാര്യങ്ങൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്ലാന് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് കേരളത്തെക്കുറിച്ചും കേരളത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും കേരളത്തിൻ്റെ ഓരോ ഫാക്ടറുകളെക്കുറിച്ചും അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഇനിയിപ്പോൾ സൊല്യൂഷനുകളാണെങ്കിൽ സർക്കാർ പരാജയപ്പെട്ടെടുത്ത് എന്താണ് പ്ലാൻ ബി എന്നത് അയാൾ പഠിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ആ മനുഷ്യൻ കുറേയൊക്കെ അയാൾ പഠിച്ചുണ്ടാക്കിയതാണ്, കുറേയല്ല എല്ലാം. കുറേയൊക്കെ അയാളുടെ ഒബ്സർവേഷനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ. ആ പഠനം എന്ന് പറയുന്നത് പല അർത്ഥത്തിൽ അയാൾ പഠിച്ചു, വായിച്ചും പഠിച്ചു. അതൊരു വലിയ കാര്യമാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് ഇപ്പോഴാണ്. നമ്മൾ പണ്ടൊക്കെ വായിച്ചില്ലെങ്കിൽ വളയും, വായിച്ചാൽ വളരും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് ഓർക്കുന്നില്ല നിങ്ങൾ? അത് അതിൻ്റെ 2 ഉദാഹരണങ്ങളാണ്. ഒന്ന് സതീശനും മറ്റൊന്ന് പിണറായി വിജയനും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ വായിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സദാസമയവും ഈ പറയുന്ന പിണറായി വിജയൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും വിജയന് വേണ്ടി, ഭാര്യയ്ക്ക് കമലയ്ക്ക് വേണ്ടി, മകൾ വീണയ്ക്ക് വേണ്ടി, മകൻ വിവേകിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ കസേരയിൽ വന്നിരിക്കുമ്പോൾ ഒരു ഹെൽത്തി ഡിബേറ്റ് നടത്താൻ, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഓപ്പോസിഷൻ ആവാനുള്ള ഒരു കാര്യവും, ഒരു സെക്കൻഡ്, ഒരു പ്രവൃത്തി പോലും ഇവരുടെ കൈകളിൽ ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവിടെയാണ് സതീശൻ വ്യത്യസ്തനാകുന്നത്. കാരണം അയാൾ ജീവിതത്തിൽ, ഇപ്പോൾ സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ചില വാക്കുകൾ, അദ്ദേഹം പഠനകാലത്ത് മുതൽ, ഇനി പഠനകാലത്തൊന്നുമില്ലെങ്കിലും ചില ഘട്ടങ്ങളിൽ ആ മനുഷ്യൻ, എസ്പെഷ്യലി ഈ പറയുന്ന 2000 അദ്ദേഹം ഈ പറയുന്ന നിയമസഭയിലേക്ക് എത്തിയ ആ നിമിഷം മുതൽ അദ്ദേഹം ചില സിറ്റുവേഷനുകളിൽ നിന്ന് ഇനി പഠിച്ചാലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കിയെടുത്താണ് അദ്ദേഹത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇന്നിവർക്ക് എന്താക്കേണ്ടി വരുന്നത്. മുഖ്യമന്ത്രി ബിരിയാണി കഴിച്ചു, മുഖ്യമന്ത്രി കാപ്പി കുടിക്കാൻ പോയി. അതും പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവർക്ക് ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് കാപ്പി കുടിക്കാനാണോ പോയത്, ബൈമിയ കോഫി എന്താണെന്ന് പോലും അറിയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, മുഖ്യമന്ത്രി ബൈമിയ കോഫി എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ്, അതിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് ഈ ബൈമിയ കോഫിയെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ആ മനുഷ്യൻ സംസാരിച്ചത് കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഇവർ. അപ്പോഴേക്കും ഇവർ പറഞ്ഞു ബൈമിയ കോഫി കുടിക്കാൻ പോയി.
എന്താണ് ബൈമിയ കോഫി എന്ന് പോലും ഇവറ്റകൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ അറിയാമായിരുന്നു. അപ്പോഴും നമ്മളും അറിഞ്ഞതപ്പോഴാ ആ മനുഷ്യൻ ബൈമിയ കോഫിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, കരുവാരക്കുണ്ട് സ്വദേശികളായിട്ടുള്ള 2 യുവാക്കളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതുവരെ നമുക്കും അറിയില്ലായിരുന്നു ഇത് മലയാളികളായ കരുവാരക്കുണ്ടിൽ നിന്നുള്ള 2 യുവാക്കളുടെ സംരംഭമാണെന്നും ഇത് വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റുള്ള സംരംഭമാണെന്നും ഇതൊന്നും നമുക്കാർക്കും അറിയില്ലായിരുന്നു. ഈ 2 യുവാക്കളെ പോലും കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതാരാ? ഈ പറയുന്ന മുഖ്യമന്ത്രി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ആ മനുഷ്യൻ്റെ അറിവ് അത് തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കുക, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതോടുകൂടി ആ വിവാദങ്ങളും ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയെ പോലെയായി. CPM എന്ന് പറയുന്ന പാർട്ടിയെ നിങ്ങൾക്കറിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റി യോഗം നടത്തി. ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? കണ്ണൂരിൽ നിന്നുള്ള കുറച്ച് ടീം. ഇവർ കണ്ണൂർ ഈ പറയുന്ന കാൽടെക്സ് ജംഗ്ഷനിലുള്ള ഇവരുടെ ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ജില്ലാ കമ്മിറ്റി. അവർ തന്നെ തിരുവനന്തപുരത്ത് പാളയത്തെ AKG സെൻറ്ററിൽ വന്നിരുന്നാൽ അത് ജില്ലാ കമ്മിറ്റി. ഇവർ ഡൽഹിക്ക് വിമാനം കയറി ഡൽഹിയിൽ പോയിരുന്നാൽ അത് കേന്ദ്ര കമ്മിറ്റി. അതാണ് CPMൻ്റെ സ്റ്റാൻഡേർഡ്. അതിനേക്കാൾ അതപ്പതിച്ച തീരയിലേക്ക് ഈ പറയുന്ന പാർട്ടി പോയി എന്നുള്ളതാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ പോയി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവരുടെ ലെവൽ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യൻ കേരളത്തിന് വേണ്ടിയുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടി. അതുകൊണ്ട് തന്നെയാണ് സതീശനെ നേരിടാൻ ഇവർക്ക് സാധിക്കാത്തത്. കാരണം അയാളുടെ വിഷൻ എന്ന് പറയുന്നത് ഇവർക്ക് പിണറായി വിജയനും സംഘത്തിനും എത്തിപ്പെടാൻ കഴിയാത്ത അത്രയും വലിയ കാഴ്ചപ്പാടുകളുമായിട്ടാണ് അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്.